ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഒന്ന് എത്തിയത് മലപ്പുറം ജില്ലയിലെ കൊളത്തൂര്. അപ്പോൾ എൻ്റെ നാടിന് ഏകദേശം എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു വർഷം മുന്നെയാണ് ഞാൻ ഈ ഫാമിലേക്ക് എത്തിയത്. PK കോഴി ഫാമാണ് ഈ ഫാമിൻ്റെ പേര്. അപ്പോൾ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് വരാനുള്ള കാരണം നമ്മളിവിടെ മെയിനായിട്ട് ഹൈലൈറ്റ് ഉള്ളത് കോഴിക്കാർപ്പാണ്. അതിൻ്റെ പുറമെ കേരളത്തിൽ ഇതുവരെ ആരും ചെയ്യാത്ത ഗോൾഡ് ഫിഷ്, ഹൈ ക്ലാസ് ഗോൾഡ് ഫിഷ് ഇവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കോഴിക്കാർപ്പുകൾ പല സൈസിലുള്ള കോഴിക്കാർപ്പുകൾ ഇവിടെ കൊടുക്കാനുണ്ട്. പിന്നെ ഗോൾഡ് ഫിഷ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗോൾഡ് ഫിഷിൻ്റെയും ബ്രീഡിങ്ങും അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഫാം സന്ദർശിക്കാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വാച്ച് ചെയ്യാം. അപ്പോൾ ഓക്കെ, നോക്കാം. അപ്പോൾ പേര് പറഞ്ഞോളൂടെ. പേര് ഷെഫീഖ്. അപ്പോൾ ഫാമിന്റെ ഒരു PK കോഴി ഫാമിലെ. അപ്പോൾ അന്ന് വന്നത് ഇപ്പോൾ കോഴിക്കാർപ്പായിരുന്നു അന്നത്തെ കാലത്ത്. അന്ന് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ മെയിനായിട്ട് എന്താ നമ്മൾ മെയിൻ ചെയ്യുന്നത്. നമ്മളെ കേരളക്കാരും ഈ ആയിട്ട് എന്ത് ഗോൾഡ് ഫിഷിന്റെ പേരെന്താണ്? പിന്നെ വേറെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. രഞ്ജു ഗോൾഡ്, ജെയിൻ ഡൊറണ്ട എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉള്ളത് സ്റ്റോക്ക് ഉള്ളത് ഇതാണ്. ഓരോ ടൈമിൽ ഓരോ സാധനങ്ങളെ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോ നമ്മള് ഇതുവരെയും കാണാത്ത ഗോൾഡ് ഫിഷ് ആണ് ഇവിടെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ബ്രീഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒപ്പം നമ്മളെ കോഴിക്കാർപ്പാള് എത്ര സൈസ് ഉള്ള കോഴിക്കാർപ്പാൾ കൊടുക്കാണ്ട് ഇപ്പൊ 5 ഇഞ്ച് മുതൽ 5 ഇഞ്ച് മുതലുള്ള കോഴിക്കാർപ്പാൾ ആണെങ്കിൽ അതുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമ്മളെ കോഴിക്കാർപ്പാളെ കാണാം. അത് കഴിഞ്ഞിട്ട് ഗോൾഡ് ഫിഷ് നോക്കാം. നോക്കല്ലേ. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇവിടെയാണ്. നമ്മളെ കോഴിക്കാർപ്പ് ഈ ഒരു വലിയൊരു കുളത്തിലാണ് കോഴിക്കാർപ്പാൾ ഇട്ടുള്ളത്. ഇതിൽ പല സൈസിലുള്ള കോഴിക്കാർപ്പാളുണ്ട്. വലുതുണ്ട്, ചെറുതൊക്കെ അതിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇതിലുള്ളത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കോഴിക്കാർപ്പാളൊന്നും മനസ്സിലാവില്ല. നമുക്കത് കോരി എടുത്തിട്ട് ബേസിലേക്ക് എടുത്തിട്ട് അതിന്റെ സൈസും മാർക്കറ്റിലുള്ള വിലയും കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം കോഴിക്കാർപ്പിന് ശേഷം തൊട്ടപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ഗോൾഡ് ഫിഷ് ചെയ്യുന്നത്. അതും നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം കോഴിക്കാർപ്പിന് നോക്കാം. ഇത് തായ്ലൻഡ് ഇമ്പോർട്ടന്റ് 5 ഇഞ്ച് സൈസ്. 5 ഇഞ്ച് സൈസിലുള്ള തായ്ലൻഡ്. അതെ. ബട്ടർഫ്ലൈ ടൈപ്പ് ഉണ്ട്. പിന്നെ സാങ്കെ, ഈ വെറൈറ്റിയിൽ വരുന്നൊക്കെ സാങ്കയാണ്. സാങ്കെ എന്ന് പറയുന്നത്. ഇത് ബെക്കോ എന്ന് പറയുന്ന വെറൈറ്റി ആണ്. ഇത് യമാബുക്കി ഓഗോൺ എന്ന് പറയും. യെല്ലോ കളേഴ്സിന് വരുന്നതാണ്. യമാബുക്കി ഓഗോൺ. പിന്നെ ഇത് റെഡ് ആൻഡ് വൈറ്റ്. പിന്നെ നമ്മളെ കൊഹാക്കു. ഇതിൽ വരുന്ന എണ്ണാണ് ഇത്. കുജാക്കു എന്ന് പറയും. ഇതൊക്കെ കുജാക്കുല് വരുന്നതാണ്. ഇതാണ് പിന്നെ ബട്ടർഫ്ലൈ ടൈപ്പ് പറയുന്ന വെറൈറ്റി. ഇതിന്റെ വിങ്സ് കൂടുതലായിരിക്കും. ഇതൊക്കെ വരുന്നതാണ്. ഇത് ജെൻഡർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഗ്ലൈസിംഗ് ഉള്ളത്. എല്ലാം ഒരേ സൈസ് തന്നെയാണ്. എല്ലാം ഒരേ സൈസാണ്. 5 to 6 ഇഞ്ച് ആണ് പറയാം. പക്ഷെ ഇത് 5 ഇഞ്ച് ഉള്ളൂ. ഇത് ഇപ്പൊ ഹോൾസെയിൽ റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് 350 രൂപ മുതൽക്കാണ് റേറ്റ് വരുന്നത്. സ്റ്റാർട്ടിങ് വരുന്നത് നല്ല കളർഫുള്ളാ. പിന്നെ പറഞ്ഞത് നമ്മളിവിടെ ലോക്കൽ ഫീഡാ കൊടുക്കുന്നത്. ഇത് എന്നിട്ട് കളറുണ്ട്. ഇത് ഒറിജിനൽ ഫീഡ് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഡബിൾ ഇരട്ടി കളറും വരും, പെട്ടെന്ന് ഗ്രോത്തും കിട്ടും. പിന്നെ ഇതിന്റെ ഹമ്പ് കയറാണ്ട് ഹെഡിന്റെ മുകളിൽ ഇതായിട്ട് ഹമ്പ് കയറി വരും. അതിന് നമ്മൾ ഒറിജിനൽ ഫീഡ് തന്നെ കൊടുക്കണം. ഒറിജിനൽ ഫീഡ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി വരുന്ന സാധനങ്ങളാണ്. ഹമ്പ് കയറി വരും. എത്ര സൈസ് വരെ നമുക്ക് മാക്സിമം കിട്ടും? നമ്മളെ വെള്ളത്തിൽ വരെ 2 ഫീറ്റ് വരെ സൈസ് വരുന്നുണ്ട്. ഏകദേശം ഒരു 3 വർഷം കൊണ്ട് തായ്ലൻഡ് ഇമ്പോർട്ടഡ് 2 ഫീറ്റ് വരെ നമ്മളെ ടാങ്കിൽ പോണ്ടിൽ സൈസ് ആയിട്ടുണ്ട്. ഇതിപ്പോ വലുതാവുമ്പോ ഈ കളറിൽ എന്തെങ്കിലും മാറ്റം വരും? അത് കളറും പാറ്റേണും എല്ലാം ചേഞ്ച് ആവും. സിംഗിൾ കളർ ആയി നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ ഏകദേശം കറക്റ്റ് കളർ കിട്ടുള്ളൂ. ബാക്കി എല്ലാ പാറ്റേണും കളറൊക്കെ ചേഞ്ച് ആവും. ഒക്കെ മാറും. പാറ്റേൺ മാറും, കളേഴ്സും മാറും. ഇത് ഷിറോ ഉസ്തുരി എന്ന് പറയും. ഷിറോ ഉസ്തുരി 10 to 12 ഇഞ്ച് സൈസാണ്. ഇമ്പോർട്ടഡ് സാധനം. ഇമ്പോർട്ടഡ് ജപ്പാന്റെ സാധനമാണ്. ബ്ലാക്കും വൈറ്റും. പ്രത്യേക പാറ്റേണിൽ വരുന്നതാണ്. ഇതില് വരുന്ന ജിൻഡർ എന്ന് പറഞ്ഞ ഗ്ലൈസിംഗ് ആയിട്ട് വരുന്നത്. ഇത് വരുന്നത് ഇത് ഫീമെയിൽ ആണ്. ഇതും ഫീമെയിൽ ആണ്. ഇത് മെയിൽ. ഇത് നമ്മളെ കറക്റ്റ് പെയറാണ്. രണ്ടായിട്ട്. അപ്പൊ മെച്ചൂർ ആയതാണ്.
ഇത് റയർ കളർ അല്ലേ? റയർ കളർ. റയർ കളർ ആയിട്ട്. ഇതിപ്പോ എത്ര സൈസായി ഇപ്പൊ? ഇത് 10 to 12 ഇഞ്ച്, ഏകദേശം 10 ഇഞ്ച് ഉണ്ട്. ഇത് 12 ഇഞ്ച് എത്തിയിട്ടുണ്ട്. 10 to 12 ഇഞ്ചാണ് നമുക്ക് ഇത് സൈസ് വരിക. നമ്മള് സൈസ് പറയുമ്പോ അവരോട് അതാ പറയാം, കാരണം അതിൽ 10 ഇഞ്ച് മുകളിലേക്ക് 12 ഇഞ്ച് വരെയുള്ള ഉണ്ടാവും. അടുത്തത് ഇത് ഹൈ ഉസ്തുരി എന്ന് പറയും. ഹൈ ഉസ്തുരി. ഉസ്തുരി ടൈപ്പിലുള്ള തന്നെയാണ്. നേരത്തെ നമ്മള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടില്ലേ, അതിൽ വരുന്നത് തന്നെയാണ്. ഇത് പ്യൂർ റെഡ് ആയിട്ട് വരും. കറക്റ്റ് ഫീഡ് കൊടുക്കുകയാണെങ്കിൽ ഇത് സൈസ് അനുസരിച്ച് റെഡ് ആയിട്ട് വരും. പാറ്റേൺ ഉണ്ടോ? താഴെ വരെ ഉണ്ടാവും. എന്താ പേര് പറഞ്ഞത്? ഹൈ ഉസ്തുരി. ഇതിന്റെ യെല്ലോയും ബ്ലാക്കും വരുന്നതാണ് കീ ഉസ്തുരി എന്ന് പറയും. അത് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല, അത് റയർ ആയിട്ട് വരുന്നതാണ്. യെല്ലോയും ബ്ലാക്കും ഇതേമാതിരി പാറ്റേൺ ആയിരിക്കും. കീ ഉസ്തുരി. ബ്ലാക്കും വൈറ്റും വരുന്നത് ഷിറോ ഉസ്തുരി. അല്ലല്ല, ഇതെല്ലാം ഇമ്പോർട്ടഡ് ആണ്. ജപ്പാന്റെ സാധനമാണ്. ജപ്പാന്റെ സാധനം നമുക്ക് ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്ന സാധനമാണ്. ഇത് 10 ഇഞ്ച്. 10 to 11 10 to 12 നമ്മളെല്ലാം സ്റ്റാർട്ടിങ് വരുന്നത്. അതാണ് ഷേപ്പിൽ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഹമ്പ് ഇതായി വരുന്നതിന് കണ്ടോ, ഹെഡ് ചെറുതായി വരും, പിന്നെ കേറി വരും. അതെ അതെ അതെ. അടുത്തത് നമ്മളെ കൊഹാക്കു. എപ്പോഴും മാർക്കറ്റിലുള്ള ഒരു സാധനമാണ്. കൊഹാക്കുല ജിൻഡർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഇത് പേരാണ് കേട്ടോ, മെയിലും ഫീമെയിലും. നമ്മളിവിടെ ബ്രീഡ് ഒരു വട്ടം ബ്രീഡ് ആയതാണ്. ജിൻഡർ എന്ന് പറഞ്ഞാൽ ഒരു ഗെരറ്റ് വരുന്നുണ്ടോ? അതെ. ഇത് പിന്നെ ടാൻജോ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഹെഡില് റെഡ് വരുന്നത്. പാറ്റേൺ അടി വരെ ഉണ്ടാവും. പ്രായമായതാണ്. ഇതിപ്പോ പേരായിട്ട് കൊടുക്കാനുള്ള. അത് പേരായിട്ട് കൊടുക്കാം. രണ്ട് വെറൈറ്റി ഉണ്ട് ഇതില്. ഇതൊന്ന് സാങ്ക എന്ന് പറയും, മറ്റേ ഷോവ എന്ന് പറയുന്ന വെറൈറ്റി വരുന്നു. സാങ്ക ജിൻഡറാണ്. ഇതാണ് സാങ്ക വെറൈറ്റിയിൽ വരുന്നത്. സാങ്ക സ്നേക്ക് എന്നൊക്കെ പറയും. ഇത് അതിൽ വരുന്നത് തന്നെയാണ്. രണ്ട് മൂന്ന് കളർ ഉണ്ടല്ലേ? റെഡ്, വൈറ്റ്, ബ്ലാക്ക്. ഇത് പിന്നെ ഷോവയില് വരുന്നതാണ്. ഇത് ഉസ്തിരി കണ്ടില്ലേ, അതില് റെഡും പാടെ കയറി വരും. ബ്ലാക്ക് ആൻഡ് വൈറ്റില് റെഡും പാടെ കയറി വരും. ഇതും അതന്നെയാണ്. ഇത് അതിന്റെ ഫീമെയിൽ ആണ്. ഇത് ഏകദേശം എഗ് ലോഡ് ആയിട്ടുണ്ട്. ഇത് ഷോവയുടെ ഫീമെയിൽ. ഇത് രണ്ടും ഷോവയാണ്. ഇത് ഫീമെയിൽ, മെയില്. എഗ് ലോഡ് ആയിട്ടുണ്ട്. ബ്രീഡിംഗ് ഇടാനായിട്ടുണ്ട്. ഇപ്പൊ തണുപ്പായതുകൊണ്ട് ബ്രീഡിംഗ് കുറച്ച് സീനാണ്. ഇവർക്ക് ചെറുതായിട്ട് തണുപ്പ് അധികം കൂടുതൽ പറ്റില്ല. കുറച്ച് വെയിലുള്ള ടൈം ആവുമ്പോൾ ബ്രീഡ് ആവുന്നുള്ളൂ. നാച്ചുറൽ ആയിട്ട് ബ്രീഡ് ചെയ്യിക്കുകയാണെങ്കിൽ, ഹോർമോൺ ആണെങ്കിൽ എപ്പോ ആണെങ്കിലും അടിച്ച് ബ്രീഡ് ചെയ്യിക്കാം. അതെ അതെ അതെ. ഇതിന് ഏകദേശം 1 വർഷമായിട്ടുണ്ടാവും. 1 വർഷം പ്രായമായിട്ടുണ്ട്. ഇവര് സാങ്കട്ട് കണ്ട് ബ്രീഡ് ചെയ്യും. സാങ്കയും ഒരു ഷോയും കിട്ടും. 2 മെയിലും 1 ഫീമെയിലും ആണ് നമ്മൾ ബ്രീഡിങ്ങിന് ഇടാം. മിക്സ് ആയിട്ട് എല്ലാ കളേഴ്സും ഉണ്ടാവും. ഒരു 40% നമ്മള് ഉദ്ദേശിച്ച മാതിരി ഉണ്ടാവും. ബാക്കിയൊക്കെ പിന്നെ സിംഗിൾ കളറൊക്കെ ആയിട്ടാണ് വരിക. നമ്മള് സീഡ് സപ്ലൈ ആവുകൊണ്ട് നമുക്ക് വിഷയമില്ല, എല്ലാം ഒരുമിച്ച് കൊടുക്കുക. അടുത്തത് ഇത് പുതിയ വെറൈറ്റി ആണ്, കിക്കിയോ കുരി എന്ന് പറയും. കിക്കിയോ കുരിയോ. അത് മുകളിൽ മാത്രം, ഇത് നമ്മളെ സ്കിന്നാണ്. മുകളിൽ മാത്രമേ ഉള്ളൂ ഇത് വരുന്നുള്ളൂ.
ആ ഒരു ഇത് വെച്ച് എളുക്ക ആ വരുന്നത് ചെളുക്ക് വരുന്നത്. ബാക്കിയുള്ള ഒന്നുമില്ല. നല്ല കളറുമാണ്. അതെ. അതൊക്കെ അങ്ങനെ തന്നെ അല്ലേ? അതൊക്കെ അങ്ങനെ തന്നെ. അതിന്റെ ബ്ലാക്കും യെല്ലോയും ഉണ്ട്. മോൾ ഭാഗം മാത്രം. ഇതൊരു ഇത് വേറൊരു പാറ്റേൺ. ഇത് കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. വാലിന്റെ ഭാഗത്ത് ഈ മുകളിലെ ഫിന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എവിടെ ഇല്ല. ഞാൻ പറഞ്ഞ ഹമ്പ് കയറി വരുന്നത് ഇതേമാതിരി ഹമ്പ് കയറി വരും. റെയർ കളർ ആണല്ലോ അല്ലേ? ഇത് സിൽവർ ടൈപ്പ് വരുന്നത്. ഇത് ഫീമെയിൽ ആണ്. അതിനുള്ള ഇതിൽ ഫീമെയിൽ ഉള്ളു, ബാക്കിയെല്ലാം ഏകദേശം മെയിലാണ്. ഗോൾഡൻ ഇല്ല. എത്ര സൈസിലാ കാണിക്കുന്നതൊക്കെ? ഇത് 10 തൊട്ട് 12 തന്നെ എല്ലാം സ്റ്റാർട്ടിങ്. ഇത് വരുന്ന ഒരു 8 ഇഞ്ച് സൈസാണ്. 8 ഇഞ്ച് സൈസില് ബ്രീഡിംഗ് സൈസ് ആയതാണോ? ബ്രീഡിംഗ് സൈസ് ആയതാണ്. അതൊക്കെ പെയർ കിട്ടാൻ റയറാണ്. പെയറായിട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ വലുതുണ്ട്, നമ്മളെ ബ്രൂഡുണ്ട് വലുത്. നമുക്ക് വീഡിയോ കാണാം. ഇതിപ്പോ 2 വെറൈറ്റി വരുന്നുണ്ട് ഇതില്. ഒന്ന് ഷുഷായി എന്ന് പറയും. ഇത് വെറൈറ്റി ആണ്. ഷുഷായി ജപ്പാനാണ്. ഇതൊക്കെ അതിൽ വരുന്നതാണ്. ഷുഷായി. ഇത് പിന്നെ അസാഗി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഇത് നമ്മളെ ബ്രൂഡാണ്. അസാഗി. ഇത് മെയിലും ഫീമെയിലും ആണ്. അതെ. ഇത് മെയില്. അല്ല സോറി, ഇത് ഫീമെയില്. ഇത് മെയില്. എത്ര വർഷം പ്രായമുണ്ട് ഇവർക്ക്? 2 വർഷത്തെ പ്രായമുണ്ട്. നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഒരു 6-7 ഇഞ്ച് സൈസിൽ വന്നതാണ്. ഇതന്നെ ഇത് ഷുഷായി എന്ന് പറഞ്ഞത്. ഇത് നമ്മളെ ബ്രൂഡിൽ ഉണ്ടായിരുന്നു ആദ്യം. ഇതിന്റെ ചെറുതുണ്ട് ഇവിടെ, ചെറുതും പക്ഷെ നല്ല റേറ്റ് വരുന്നുണ്ട്. ഏകദേശം 6 ഇഞ്ച് സൈസ് ആയത് തന്നെ 2000 രൂപയുടെ മുകളിൽ വരുന്നുണ്ട്. ഇവരൊക്കെ പിന്നെ മോഹവിലയാണ് വലുതൊക്കെ. നിന്നൊക്കെ എത്ര ബാച്ച് എടുത്തിട്ടുണ്ട്? ഇവരെ 3 ബാച്ച് എടുത്തിട്ടുള്ളൂ. ഇവര് കാരണം ഒരു മെയിൽ ആയതുകൊണ്ട് നമുക്ക് കുറവാണ്. ഇതിന്റെ അടിഭാഗം ഫുള്ള് റെഡ് ആയിട്ട് വരിക. നമ്മള് ലോക്കൽ ഫീഡ് കൊടുക്കുന്നോണ്ടാണ് കളർ ഇല്ലാത്ത കേട്ടോ. കണ്ടില്ലേ? എല്ലാ വെറൈറ്റീസും ഉണ്ട്. വലുത് 1 ഫീറ്റ് മുതൽക്കുള്ള സാധനങ്ങളാണ്. 1.5 അടി വരെ ഉള്ളുണ്ട്. 1.5 അടി വരെയുള്ള സാധനങ്ങളുണ്ട്. ഇത് നമ്മളെ കിക്കോക്കുരി എന്ന് പറഞ്ഞ വെറൈറ്റിയിൽ വരുന്നതാണ്. യെല്ലോ കളർ ബ്ലാക്ക് ഡോട്ട് ഹെഡ്. തന്നെ അതിന്റെ വലുത്. ഇത് ഏകദേശം 1.5 അടി. 1.5 അടിന്റെ അടുത്തായതാണ്. എത്ര വർഷമായിട്ടുണ്ടാവും? ഇത് നമ്മളെ കയ്യിൽ വന്നിട്ട് 2 വർഷം കഴിഞ്ഞു. 2 വർഷമായി. ഇത് തന്നെ കിക്കോക്കുരി എന്ന് പറഞ്ഞ ഇത് പിന്നെ മസ്തുബ എന്ന് പറഞ്ഞ വെറൈറ്റിയിൽ വരുന്നത്. ജിൻഡ്രി എന്ന് പറഞ്ഞ വെറൈറ്റി. എന്താ പേര്? മസ്തുബ. അവരടിയുടെ മുകളിലായി. 1 ഫീറ്റ് പ്ലസ് ആയി. ഇതുപോലെ സാങ്കേല് വരുന്നത്. ഇത് 1 ഫീറ്റ് പ്ലസ് ആയതാണ്. പിന്നെ ഇത് പിന്നെ ബെനിഗോ എന്ന് പറഞ്ഞ വെറൈറ്റി ജിൻഡറാണ്. ഓറഞ്ചിന് പറഞ്ഞ ബെനിഗോ എന്ന് പറയുന്നത്. ജിൻഡർ വെറൈറ്റി. അപ്പൊ ഇതൊക്കെ എനിക്ക് മോഹവിലയാണ് ഇതെല്ലാം. സൈസായി കിട്ടണമെങ്കിൽ കഷ്ടപ്പാടുന്നല്ലേ. നമ്മള് ലോക്കൽ ഫീഡ് കൊടുത്തിട്ടാണ് ഇത്രയും സൈസ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഒറിജിനൽ ഫീഡ് ഹിക്കാരി ഒപ്റ്റിമ ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഡബിൾക്ക് സൈസും വരും, കളറും കിട്ടും. അതെ. ഫ്രണ്ട്സ്, നമ്മളിപ്പോ കൊയ്ക്കാർപ്പിനൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടുത്തെ നമ്മൾ ആരും അങ്ങനെ കേരളത്തിൽ ബ്രീഡ് ചെയ്യാത്ത ഒരു സംഭവമാണ് നമ്മളെ ഗോൾഡ് ഫിഷ്. അത് 1.5 ഗോൾഡ് ഫിഷാണ്. അപ്പോൾ ആ ഗോൾഡ് ഫിഷ് ഇവിടെ ബ്രീഡായിട്ട് ഇതാ ഈ കാണുന്ന ബേസിനിൽ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബ്രൂഡ് സ്റ്റോക്ക് ഇപ്പുറത്തെ ടാങ്കിലൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ കുഞ്ഞുങ്ങളെ വിരിഞ്ഞിറങ്ങിയത്, അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ ബ്രീഡ് ചെയ്യുന്നത്, അപ്പോൾ അതൊക്കെ നമുക്ക് ചോദിച്ച് നോക്കാം. പിന്നെ ആ ബ്രൂഡിന് നമുക്ക് ബേസിലേക്ക് എടുത്ത് നോക്കാം. ഓക്കെ. അപ്പോൾ അതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒക്കെ കിട്ടുക.
അപ്പോൾ ഷെഫിക്ക് ഇത് വളരെ ഉഷാറായിട്ട് അത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഗോൾഡ് ഫിഷ്. അപ്പൊ നമുക്ക് ഗോൾഡ് ഫിഷിന്റെ ആ ബ്രീഡിങ്ങും ആ സൈസും ഒക്കെ നോക്കാം. ഇതിപ്പോ ഏതാ പറഞ്ഞത്? ഇത് ഷോഗൺ ഒറണ്ട എന്ന് പറയും. ജയിന്റ് ആണ്, ജയിന്റ് ഒറണ്ടായിട്ട് വരുന്നതാണ്. ഇത് നല്ല സൈസ് വരും. ഓ നല്ല സൈസ് വരും. ജെല്ലെല്ലാം നല്ല ഉഷാറായിട്ട് കൂടും. ഈ കളറായിട്ട് വരും അല്ലേ? ഇത് പല കളറിലും വരുന്നുണ്ട്. ഡിഫറെന്റ് കളറിൽ വരുന്നുണ്ട്. വൈറ്റ് വരുന്നത്. ഇത് ബ്രീഡിംഗ് സൈസ് ആയതല്ലേ? ഇത് നമ്മളെ ബ്രൂഡാണ്. ബ്രൂഡ് പറഞ്ഞാൽ നമ്മൾ വന്ന് ബ്രീഡ് ചെയ്യിക്കും, ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കും ചെയ്യും. ഇതിപ്പോ 2 മെയിലും 2 ഫീമെയിലും 3 മെയിലും ആണുള്ളത്. അത് അങ്ങനെ തന്നെ തോന്നുക ഏകദേശം. ഇതിപ്പോ നമ്മള് ബ്രീഡ് ഇപ്പൊ ഒരു 4 ദിവസമായിട്ടുള്ള ബ്രീഡായിട്ട്. ഇത് ഫീമെയിലാണ്. ഇതിന്റെ ഈ ഫിൻ ഉണ്ടല്ലോ, ഈ ഭാഗത്തുള്ള ഇതിമ്മ തൊട്ട് കഴിഞ്ഞാല് നല്ല റഫായിരിക്കും. ഇത് മെയിലിന് റഫായിരിക്കും, ഫീമെയിലിന് ഒന്നും ഉണ്ടാവില്ല, സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ ഇതിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം തൊട്ട് കഴിഞ്ഞാല് ഫീമെയിലിന് സോഫ്റ്റ് ആയിരിക്കും, മെയിലിന് റഫ് ആയിരിക്കും. ഇത് കണ്ടോ, ഇവിടെ ഒരു തരി മാറി പൊന്തിക്കുന്നതാണ്. ഇത് മെയിലാണ്. വയറൊക്കെ എല്ലാം സെയിം ആണ്. അങ്ങനെ മനസ്സിലാക്കുക അല്ലേ? ഇത് നമുക്ക് കൊടുക്കാല്ലേ? ഇത് കൊടുക്കാനുള്ള ഇതിന്റെ ചെറുതും എല്ലാം കൊടുക്കാണ്ട്. ഇവിടെ കുഞ്ഞുങ്ങളായിട്ടുണ്ടല്ലോ. അതെ. അപ്പൊ ഇത് ശരിക്കും എത്ര മാസം പ്രായമുണ്ട്? ഈ സൈസിലുള്ള എത്ര മാസം പ്രായമുണ്ടാവും? ഇത് നമുക്ക് വന്നിട്ട് ഏകദേശം ഒരു 4 മാസമായി. എത്ര ഇത് പ്രായം ഉണ്ടെന്ന് നമുക്ക് കറക്റ്റ് പറയാൻ കഴിയില്ല. കാരണം ഗോൾഡ് ഫിഷ് വളർച്ച പൊതുവെ സ്ലോ ആണ്. നാച്ചുറൽ ആയിട്ട് ബ്രീഡ് ചെയ്യുന്നതാണ്. അപൂർവമായിട്ട് കാണുന്നതൊക്കെ പല വെറൈറ്റി ഉണ്ട്. ഇതൊരു 8-9 ഇഞ്ച് 8 ഇഞ്ച് സൈസ്, 9 ഇഞ്ച്. ഇതിന് സൈസ് വരും, ഇതിന് ഡബിൾക്ക് സൈസ് വരും. നമുക്ക് എഗ്ഗ് കുറച്ചേ കിട്ടുന്നുള്ളൂ. ഏകദേശം ഒരു 300-400 ഒക്കെയാണ് ഇവരെ കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. പിന്നെ വേറെ വെറൈറ്റി ഉണ്ട്, അത് അത്യാവശ്യം കൗണ്ട് കിട്ടുന്നുണ്ട്. 1000-1000ന്റെ മേലൊക്കെ വരുന്നുണ്ട്. നല്ല വയറ്. ഇവർക്കൊക്കെ എന്ത് ഫുഡ് അപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്? ഇവർക്ക് ഞാൻ ഒപ്റ്റിമയാണ് കൊടുക്കുന്നത്. അതാകുമ്പോ കളറും കയറുന്നുണ്ട്, സൈസും പെട്ടെന്ന് കൂടുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ വന്നിട്ട് സൈസ് ആയതാണ്, എല്ലാം ഇതേ സൈസിൽ വന്നതാണ്. ഇത് തായ്ലാൻഡിന്റെ സാധനമാണ്. ഇവർക്ക് അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരാറില്ല. ഇവർക്ക് നമ്മൾ അധികം കെയറിങ് കൊടുക്കരുത് എന്നാണ് പറയാനുള്ളത്. മറ്റേ ബാക്കിയുള്ള ഫിഷിനെല്ലാം നല്ല കെയറിങ് കൊടുത്തു കഴിഞ്ഞാലേ ഇതാവുള്ളൂ. ഇവർക്ക് കെയറിങ് കൊടുക്കാതെ ഇടുക. ഓക്സിജൻ നിർബന്ധമാണ്. ഓക്സിജൻ നിർബന്ധമാണ്. ഇല്ല, ഇവര് നമ്മൾ ഏകദേശം 15 ദിവസം കൂടുമ്പോൾ നമുക്ക് ബ്രീഡ് ചെയ്യാം. നല്ല ഫീഡ് കൊടുക്കുകയാണെങ്കിൽ കിട്ടോ, നല്ല ഫീഡ് കൊടുക്കണം. പെട്ടെന്ന് ബ്രീഡ് ചെയ്യാനുള്ള ഗോൾഡ് ഫിഷ് ആണ് ഏറ്റവും നല്ലത്. ബ്രീഡിംഗ് സെറ്റപ്പ് നമുക്ക് കാണാം. പിന്നെ അടുത്ത ഗോൾഡ് ഫിഷ് എടുക്കുന്നത് അതെ, കാലിക്കോ റൈക്കിൻ എന്ന് പറഞ്ഞ വെറൈറ്റി. റൈക്കിൻ, അതെ. ഇതിന് ഹമ്പില്ല അല്ലേ? ഇതിന് ഹമ്പ് കയറി വരും. അതേമാതിരി തന്നെ ഇതിന് തല ചെറുതാവും. വയറെന്തായാലും വീർത്തിരിക്കുക. വയറല്ല, ഗോൾഡ് ഫിഷ് എല്ലാം ഇതേമാതിരി തന്നെ. ഇത് ഫീമെയിലാണ്. ഇതും ഫീമെയിലാണ്. ബാക്കി എല്ലാം വരുന്ന മെയിലാണ്. ബ്രീഡിങ് നമ്മൾ കോയിസിന്റെ മാതിരി തന്നെയാണ്. ഒരു മെയിലിന് 2 ഫീമെയിലിന് ഒരു മെയിലിന് ഇത് 2 മെയിലിന് 1 ഫീമെയിൽ എന്നുള്ള കണക്കാണ് നമ്മൾ ഇടുക. ഇപ്പൊ ഇത് 2 മെയിലും 3 മെയിലും 2 ഫീമെയിലും ഉള്ളത്. അപ്പൊ എല്ലാം ഒരുമിച്ചാണ് നമ്മൾ ബ്രീഡിങ്ങിന് ഇടാറ്. എല്ലാം ബ്രീഡ് ആയിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ കുഞ്ഞുങ്ങളുണ്ട് ഇപ്പൊ. ഇതിന്റെ കുഞ്ഞുങ്ങൾ കൊടുക്കാനായിട്ടുള്ള സീഡ് മാത്രമേ ഉള്ളൂ, മറ്റേതിന്റെ നമ്മൾ കൊടുക്കാനായിരുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് സാധനങ്ങളാണ്.
നമ്മളിപ്പോ ഈ സൈസുകളും കൊടുക്കും, കുഞ്ഞുങ്ങളും കൊടുക്കും. ഇതിന് ഏതൊക്കെ വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ അത് കോഴി ആണെങ്കിലും ഇതാണെങ്കിലും നമ്മൾ പറയുന്നതനുസരിച്ച് സാധനം ഇറക്കി കൊടുക്കണം. ഇന്തോനേഷ്യ അല്ലേ? ഇത് തായ്ലൻഡ്. ഇതൊക്കെ എത്ര ഒരു 5-6 മാസം പ്രായമായിട്ടുണ്ടാവും അല്ലേ? 5-6 മാസമല്ല, 1 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും. കാരണം ഗോൾഡ് സ്ലോ ആണ് വളർച്ച. നമ്മളിവിടെ 3 മാസമായതുണ്ട്, ഏകദേശം ഈ സൈസ് വരെ എത്തിയിട്ടുള്ളൂ. ലൈഫ് കൂടും. ആയുസ് കൂടും. ഇതാണ് നമ്മള് നല്ല കെയർ കൊടുത്ത് 5 നേരം 6 നേരമൊക്കെ ഫുഡ് കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ആ സാധനം പെട്ടെന്ന് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ 2 നേരം ഫീഡ് കൊടുക്കില്ല. രാവിലെ പാകത്തിന് മാത്രം, ഓവറാൻ പാടില്ല. ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും ഫുൾ ടൈം. എത്ര കൊടുത്താലും കഴിക്കും വരെ. കൊടുക്കരുത്. അവർക്ക് പ്രോട്ടീനുള്ള ഫുഡാണല്ലോ കൊടുക്കുന്നത്. പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഇതിന് കൊടുക്കാനുള്ള കുഞ്ഞുങ്ങളില്ല ഇവിടെ? ഇവരതല്ല, മറ്റവരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവരെ ബ്രീഡായ കുഞ്ഞുങ്ങളുണ്ട്, ഇത് വേണമെങ്കിൽ കാണാം. ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ കണ്ട ആ ഗോൾഡ് ഫിഷിന്റെ കുഞ്ഞുങ്ങൾ ഈ പുറത്ത് ഔട്ട്ഡോർ ആയിട്ടാണ് ചെയ്യുന്നത്. ഗോൾഡ് ഫിഷ് സാധാരണ നമ്മൾ ഗോൾഡ് ഫിഷ് പറഞ്ഞാൽ അത്യാവശ്യം ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. എന്തെങ്കിലും വെയിലോ മഴയൊക്കെ അധികം വന്നു കഴിഞ്ഞാൽ ചാവും. പക്ഷെ ഇതല്ല. നമ്മൾ ഈ ഒരു ഗോൾഡ് ഫിഷിന്റെ മെയിൻ പ്രത്യേകത പറഞ്ഞാൽ നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്, പെട്ടെന്നൊന്നും ചാവില്ല. അപ്പോൾ അത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെയിലും മഴയും കൊണ്ടും സ്ഥലത്താണ് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഗോൾഡ് ഫിഷ് കൊടുക്കാനുള്ള ആ ചെറിയ സൈസിലുള്ളത് 2 മാസം പ്രായമായ കുഞ്ഞുങ്ങൾ ഇതിലുണ്ട്. നമുക്ക് അതിനെ നെറ്റിലേക്ക് കോരി എടുത്തിട്ട് നമുക്ക് അതിന്റെ സൈസ് ഒക്കെ നോക്കിയേക്കാം. അപ്പൊ ഗോൾഡ് ഫിഷ് നമ്മളെ ഈ ഒരു ഇവിടെ ടാങ്കിലാണ് ചെയ്യുന്നത്? അതെ, ഇവിടെ ഉള്ള ടാങ്കിലാണ് ചെയ്യുന്നത്. പുറത്ത് വെയിലും മഴക്കൊക്കെ കൊള്ളും. എയറേഷൻ മാത്രമേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. കുഞ്ഞുങ്ങളെടുത്ത് ഇവിടെ വീടായത്. അതെ. നമ്മളെ ഷോഗൺ വെറൈറ്റിന്റെ കുഞ്ഞുങ്ങളാണ്. അതെ. പിന്നെ വയറ് ഗോൾഡ് ഫിഷ് എല്ലാം അത് അങ്ങനെയാണ്. വയറ് ഓരോ ബോഡി തന്നെ 100-300 പീസോളം കൊടുക്കാണ്ട്. എങ്ങനെ ഇതൊക്കെ വരും മാർക്കറ്റിലൊക്കെ റേറ്റ്? റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 വരുന്ന പീസിന് റേറ്റ് വരുന്നുണ്ട്. അതിനിപ്പോ ബൾക്കായിട്ട് മാത്രമേ കൊടുക്കുള്ളൂ. കൊടുക്കുന്നത് വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് അതേമാതിരി റിട്ടേൺ എടുക്കുകയും ചെയ്യും. അപ്പത്തെ മാർക്കറ്റ് റേറ്റ് എന്താ അനുസരിച്ചാണ്ട് ആ റേറ്റിന് നമ്മൾ റിട്ടേൺ ഇങ്ങോട്ട് എടുക്കും. നമ്മൾ തന്നെ എടുക്കും. കാരണം നമുക്ക് ഇവിടെ ഗ്രോത്ത് ചെയ്യാനുള്ളൊരു ഇതില്ല, സജ്ജീകരണം ഇല്ല. നമ്മളെ കണ്ടതിലുള്ള എല്ലാ കളറും ഉണ്ട്, അതല്ലാത്ത കളർ അടക്കമുണ്ട്. എത്ര പ്രായം? 2 മാസം. ഇത് 2 മാസമായി. അതാ പറഞ്ഞ സ്ലോ ആണ് വളർച്ച. ലൈഫ് ഫുഡ് കൊടുക്കുന്നില്ല? ലൈഫ് ഫുഡ് കൊടുക്കുന്നുണ്ട്, മീൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു നേരം പൗഡർ ഫീഡും കൊടുക്കുന്നുണ്ട്. ഒപ്റ്റിമാറ്റിന്റെ അതും കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ആയി വരും വലുതാവുമ്പോ. ഇപ്പത്തെ കളർ ഒന്നും നോക്കരുത്, മാറി വരും. അപ്പൊ ഇവർക്ക് ഇപ്പൊ നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെന്ന് അർത്ഥം. ഇതിപ്പോ കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ വെള്ളം ഇത് കിടക്കുന്ന വെള്ളത്തിന്റെ കളറൊക്കെ കണ്ടില്ലേ? മിനിമം 100 പീസ്. അപ്പൊ നമ്മൾ ഈ ടാങ്കിൽ ഇപ്പൊ ഇതിന് എത്ര ദിവസമായിട്ട് ഇതിലേക്ക് 2 മാസത്തോളായി. അല്ല, ഇത് ഇട്ടത് ഏത് ദിവസത്തിലാണ് ഇട്ടത്? ഇത് കുഞ്ഞുങ്ങളെ 2 മാസമായി പറഞ്ഞല്ലേ? അത് എത്ര ദിവസമായിട്ട് പ്രായം? അല്ല, ഞാൻ ഇവരെ ഇതിൽ തന്നെ ഇട്ടാണ് ബ്രീഡ് ചെയ്യിച്ചത്. അത് ടാങ്ക് ഉണ്ടാക്കി അന്ന് തന്നെ ഇവരിട്ട് ബ്രീഡ് ചെയ്യിച്ചതാണ്. അതിൽ പിന്നെ മാറ്റിയിട്ടില്ല. കുഞ്ഞുങ്ങളായി തന്നെയാണ്. ഇങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുക. ഇതിപ്പോ എന്താ ചെയ്തിട്ടുള്ളത്? ഇത് നമ്മളിതിൽ നെറ്റ് ഉണ്ട്, മറ്റേ ഫോക്സ് സ്റ്റൈലും ഉണ്ട്. ഇവരിതിലാണ് ബ്രീഡിങ്ങിന് ഇടുക. അല്ല, ഇതിലും ചെറുതുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതിലിട്ട് ബ്രീഡ് ചെയ്യിച്ചിട്ട് വിരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കൂടെ നടക്കുകയും ചെയ്യാം. കാരണം ഇതിൽ ടാങ്കിൽ ആദ്യം മോയിനെ അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റ് ചെയ്തിടുക. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മോയിനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് കൂടും, ഷൂട്ടേഴ്സ് കൂടും. നമ്മളെ സ്റ്റാർട്ടിങ് RTM കൊടുക്കുകയാണെങ്കിൽ എല്ലാം ഒരേ സൈസിൽ നമുക്ക് കിട്ടും. അതാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കി 2. കാരണം ഞാൻ ഇതില് മോയിനെ സെറ്റ് ചെയ്തിട്ടാണ് അതിക്ക് ബ്രീഡ് ചെയ്യിച്ച അന്ന് തന്നെ മോയിനെ സെറ്റ് ചെയ്തിട്ടാണ് അങ്ങനെയാണ് അതിൽ തന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞത്. പക്ഷെ അതിലെന്താ വെച്ച് ഏകദേശം സൈസുള്ള ഷൂട്ടേഴ്സിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇനി വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ അകത്തുണ്ടല്ലേ? അകത്തുണ്ട്, കാണാം. ഇത് നമ്മളെ കാലിക്കോ റൈക്ക് എന്ന് പറഞ്ഞതിന്റെ കുഞ്ഞുങ്ങളാണ്. ഫസ്റ്റ് കാണിച്ചതാ? അല്ല, രണ്ടാമത് കാണിച്ചത്. അത്യാവശ്യം കൗണ്ട് ഉണ്ട് ഇതില്. ഇവരിപ്പോ ഒരു 3 ദിവസമായിട്ടുള്ളൂ, 4 ദിവസമായിട്ടുള്ളൂ വിരിഞ്ഞിട്ട്. അതെ.
ഈ സൈഡിൽ ചുറ്റും ഇവിടെ കുറെ ഉണ്ടല്ലോ അപ്പുറത്ത്. അത്യാവശ്യം കൗണ്ട് ഉണ്ട് ഇത്. എത്ര ഫീമെയിലും മെയിലും ഇതിലേക്ക് ഇട്ടത്? ഇത് ഞാൻ ഇപ്പൊ കാണിച്ചതില്ല, അതേ പേര് ഇതിലേക്ക് ഇട്ടതാണ്. അത്ര ഇതിലിട്ടത്? 2 ഫീമെയിലും 3 മെയിലും. മെയിൽ തോതിലിട്ടത്. അതെ അതെ. ഇതിപ്പോ എന്നാ വിരിഞ്ഞത്? ഇത് വിരിഞ്ഞിട്ട് ഇതിപ്പോ എന്നാ വിരിഞ്ഞത്? വിരിഞ്ഞിട്ട് 4 ദിവസമായി. ഇത് 4 ദിവസം പ്രായം കുഞ്ഞുങ്ങളെ കാണുന്നത്. സ്റ്റാർട്ടിങ് ആർട്ടിമിയാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. ഒരു 1 വീക്ക് വരെ ആർട്ടിമി കൊടുക്കും. പിന്നെ മൊയിന പൗഡർ ഫീഡ്. ഈ 2 വാല് വന്നു കഴിഞ്ഞാല് അവരെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റും. ഇപ്പൊ കുഞ്ഞുങ്ങളെ ശരിക്കും ഗോൾഡ് ഫിഷ് തോന്നില്ല. ഇതാ നേരത്തെ 2 മാസം കണ്ട കുഞ്ഞുങ്ങളെ കണ്ടത്. ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെ മൊത്തം നമുക്ക് റിക്കവർ ചെയ്തിട്ടോ? മൊത്തം റിക്കവർ ചെയ്തിട്ടു. ഗോൾഡ് ഫിഷ് ആവുകൊണ്ട് മൊത്തം റിക്കവർ ചെയ്തിട്ടു. നമ്മൾ കോയിസിന്റെ മാതിരിയല്ല. ഗോൾഡ് ഫിഷ് ഏറ്റവും എളുപ്പമാണ് ബ്രീഡിങ്ങിന്. 1000 കുഞ്ഞുങ്ങളുണ്ടാവില്ല? 1000 ഉണ്ടാവും. 1000ന്റെ മുകളിലുണ്ടാവും. ഫീഡിങ് കൊടുക്കാനായോ? ഫീഡിങ് കൊടുക്കാനായിട്ടുണ്ട്. എത്ര ഇവർക്ക് ഫീഡിങ് കൊടുക്കുക? ഇവർക്ക് 2 തരം കൊടുക്കുന്നു. 2 തരം ആർട്ടിമി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ നെറ്റ് ഒക്കെ എപ്പോഴാ മാറ്റാ? ഇത് നെറ്റ് ഒന്നുകൂടെ സൈസ് ആയിട്ട് മാറ്റുള്ളൂ. നമ്മള് നെറ്റ് വലിക്കുമ്പോ അതിൽ കുടുങ്ങുമല്ലോ. അല്ലെങ്കിൽ എന്തോട്ട് നമ്മളവിടെ കാണിച്ച പോണ്ടിൽ നേരെ കൊണ്ടുപോയി ഇറക്കും. നെറ്റ്വർക്ക് കൊണ്ടുപോയി ഇറക്കും. അതെ അതെ അതെ. അങ്ങനെ ചെയ്താൽ മതി. അല്ല ഇതില് സൈസ് ആവില്ല, ഏകദേശം ഒരു സൈസ് വരെ ഇതിൽ നിൽക്കുള്ളൂ. നേരത്തെ കണ്ട പോണ്ടിലേക്ക് മാറ്റാം. അതെ അതെ. ബ്രീഡ് ചെയ്യിക്കാൻ അങ്ങനത്തെ ബേസിനാണ് ഏറ്റവും നല്ലത്. ഗോൾഡ് ഫിഷ് ഇങ്ങനെ ബ്രീഡ് ആവണത്, ഈ ഹൈ ക്വാളിറ്റി ഗോൾഡ് ഫിഷ് ബ്രീഡ് ആണത് നമ്മുടെ കേരളത്തിൽ ഇല്ല. കുറവാണ്. ഇത് ആരും ചെയ്തിട്ടില്ല. ഈ ഗോൾഡ് ഫിഷ് ആരും ചെയ്യുന്നില്ല. ഇനി 2 മാസം നമ്മള് നല്ല കെയർ ചെയ്താൽ ആ സൈസ് എത്തുള്ളൂ. അപ്പൊ 2 മാസം പ്രായമല്ലേ കൊടുക്കുള്ളൂ? 2 മാസം പ്രായമല്ലേ കൊടുക്കുള്ളൂ. ഇതിപ്പോ മുകളിലും പാറിയിട്ടുണ്ട്, അടിയിലും പാറിയിട്ടുണ്ട്. അതെ അതെ. സൂം ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പോലെ കാണാം അവരെ വയറിൽ ഫുഡ് നിൽക്കുന്നത്. വൈറ്റ് കളറായിട്ടോ ഗ്ലാസ്സിൽ എടുത്ത് നോക്കുമ്പോഴേ അറിയാം. അതെ അതെ അതെ. അപ്പൊ അത്രയും ഈസിയാണ് ചുരുക്കം എന്ന് പറഞ്ഞാല്. ഫിഷിനേക്കാളും ഏറ്റവും ബെറ്റർ ആണ്. കുഞ്ഞുങ്ങള് നല്ല കിട്ടും അതാണ് അല്ലേ? ശരിയാ. നമുക്ക് മൊത്തം റിക്കവറി കിട്ടുകയാണെങ്കിൽ അത്രയും ലാഭല്ലേ? അതെ അതെ. സൈഡിലൊക്കെ തെറ്റരി പോലെ. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താ? ഇത് നമ്മള് കമ്പി കൊണ്ട് ഫ്രെയിം അടിച്ചിട്ടാണ്. അതില് നമ്മള് ബ്ലാക്ക് ഷീറ്റ് തിരിച്ചാണ്. ഇതില് ഇതെല്ലാം മെയിലാണ്, അപ്പുറത്തില് ഫീമെയിൽ ആണ്. അതെ അതെ. ഇതാണ് നമ്മളെ ഈ കാലിക്കോ റൈക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയില് ഷൂട്ടേഴ്സ്. ഫസ്റ്റ് ബ്രീഡിംഗ് കിട്ടിയ ഷൂട്ടേഴ്സ് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടിയത്. ഇത് കളർ ഉണ്ടല്ലേ? ഇപ്പൊ തന്നെ നല്ല കളർ കയറിയിട്ടുണ്ട്. ഇത്ര ചെറുതിൽ തന്നെ. അതെ അതെ. ഷൂട്ടേഴ്സ് എന്ന് പറയുന്നത് ആദ്യം ഗ്രോത്ത് ആയിട്ട്. അത് വലുതിന്റെ കൂടെ തന്നെ ഇട്ടിട്ടുള്ളത്. ഇത് ഒപ്റ്റിമയാണ്. അതെ അതെ അതെ. നമ്മളിപ്പോ ആരെ പിടിച്ചിട്ട് പോലെ അവർക്ക് ഒരു പേടിയും കാര്യങ്ങളും. ഗോൾഡ് ഫിഷ് പറഞ്ഞാൽ പെട്ടെന്ന് ഇണങ്ങുന്നതാണ്. ശരിക്കും 2-3 ബോൾ മതി അവർക്ക് ഫുഡ്. ഒരു ഫുഡ് വളരെ കുറവ് മതി. എന്താ ഈ എയറേഷൻ കാര്യങ്ങളും മസ്റ്റ് ആയിട്ട് ഫുൾ ടൈം വേണം, ചെയ്ത് കൊടുക്കണം. അതെ അതെ. അതിന്റെ ഇപ്പോഴത്തെ ടാങ്കിലും ഫീമെയിൽ ഇട്ടിരിക്കാം. ഫീമെയിൽ ആണ്. എന്റെ ഫീമെയിൽ അല്ലേ? അപ്പൊ ഇതിൽ തന്നെയാണ് ഇപ്പൊ എത്ര 5 ദിവസം മുന്നേ ഇട്ടത്? അതെ അതെ. ഇനി അടുത്ത ബീഡിങ് തുടങ്ങാം. ഇനി അടുത്ത ഒരു 15 ദിവസം കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും. ഇതിൽ നമ്മൾ നേരത്തെ കാണിച്ച ഷുഷായി എന്ന് പറഞ്ഞതിന്റെ ഒരു 6 ഇഞ്ച് സൈസ് ഉള്ളതുണ്ട് അതിലുണ്ട്. അവരാണ് വന്ന് വെള്ളം എടുത്ത് പോകുന്നത്. ശരിക്കും ഇപ്പൊ ബ്രീഡിങ് അപ്പൊ ഈ സമയത്ത് 15 ദിവസം കൂടുമ്പോൾ ചെയ്യണം എന്നാണ്. 15 ദിവസം കൂടുമ്പോൾ അത്രയും പ്രോപ്പറായി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ബ്രീഡിങ് മാത്രം ഉദ്ദേശിച്ച് ചെയ്യാണ് കിട്ടല്ല. വളർത്താൻ കുഴപ്പമില്ല, ബ്രീഡ് ചെയ്യാതെ തന്നെ ഇടാം. ശരിക്കും ഇതിപ്പോ എങ്ങനെ ശരിക്കും പഠിച്ചത്? തന്നെ പഠിക്കണം. നമ്മളിപ്പോ കോഴി ബ്രീഡ് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെ ആയാലും ഗോൾഡ് ഫിഷിന് ബ്രീഡ് ചെയ്യാം. കാരണം ഏറ്റവും റിസ്ക് ആണ് കോഴി ബ്രീഡ് ചെയ്യിക്കാൻ. ഏറ്റവും കുറവാണ് ഗോൾഡ് ഫിഷ്. വളരെ പെട്ടെന്ന് നമുക്ക് ഈസിയായി പഠിക്കും. അതെ അതെ. ഇതാ ഒരു വിഷയം വരുന്ന മെയിലും ഫീമെയിലും അറിയാനാണ്. അത് ചില ഗോൾഡ് ഫിഷിന് അറിയാൻ കഴിയില്ല.
അങ്ങനെ പ്രശ്നം നമ്മള് ഇത് എഗ് ലോഡ് ആവുന്ന ടൈമിൽ മാത്രം അറിയാൻ കഴിയും. എങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ഒന്നല്ലെങ്കിൽ വെന്റ് നോക്കണം. അങ്ങനെ നോക്കിയിട്ട് അതെ അതെ. ഇതിപ്പോ ഇത്രയും വലിയ ഗോൾഡ് ഫിഷിന്റെ എഗ് തന്നെ ഓട്ടോമാറ്റിക് റിലീസ് ആവണം. അവർ ഈ മെയിൽ വന്ന് പുഷപ്പ് ചെയ്തിട്ടാണ് ഡിലീറ്റ് ചെയ്തിട്ടാണ് അതെ അതെ അതെ. എഗ് റിലീസ് ആയി പോകും അല്ലേ? ലാസ്റ്റ് പോരാത്തുണ്ടാവും. നമ്മൾ എന്തായാലും ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് എഗ് പുറത്തേക്ക് എടുക്കുന്നത്. ഇതില് നമ്മളെ ഷോഗൺ വെറൈറ്റിന്റെ കുഞ്ഞുങ്ങളുണ്ട്. നമ്മള് ബേസിലേക്ക് എടുത്തത് അല്ലേ? ഇത് കാണുന്നില്ല, എല്ലാം അടിയിലാണ്. അപ്പൊ ഇത് എത്ര ഇത് 5 ദിവസമായി. 5 ദിവസമായതാണ്. രണ്ടും ഓരോ ദിവസത്തെ രണ്ടാമത് കാണിച്ച ഗോൾഡ് ഫിഷിന്റെ ഫസ്റ്റ് കാണിച്ചു. അല്ല, രണ്ടാമത് കാണിച്ചു ഷോഗൺ എന്ന് പറഞ്ഞ വെറൈറ്റിന്റെ. അത് ഇതേമാതിരി ടാങ്ക് സെറ്റപ്പ് ആക്കിയതാ? അത് ഇതിൽ തന്നെ ഇട്ടാണ്ട് ബ്രീഡ് ചെയ്യിച്ചാണ്. ഇത് അത്യാവശ്യം ഉണ്ട്, ഒരു 300-400ഓളം കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ ഇത് ഏറ്റവും അടിയിലാണ് കിടക്കുക. എല്ലാം അടിയിലാണ് കിടക്കുക. കാരണം അടിയിൽ നല്ല ഇത് ഇന്നലെ മൂവിന് ആഡ് ചെയ്ത് കൊടുത്താണ്. അടിയിൽ നല്ല ഫീഡ് ഉണ്ടാവും. അപ്പൊ അതെ അതെ അതെ. ഇത് തന്നെ ഒരു വളരാ? അല്ല, ഇതിന്ന് മാറ്റും. ഇതിന് ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഇതിന്ന് മാറ്റും. ഇത് നമ്മൾ അവിടെ ടാങ്ക് കൊണ്ടുവിടും. അവിടെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്നുണ്ട്. ഇതിലിപ്പോ എയറേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇതിപ്പോ നോർമലായിട്ട് ബ്രീഡ് ചെയ്യിച്ചാൽ ഞാൻ കൊടുക്കലില്ല. എഗ് ചെയ്ത് കഴിഞ്ഞാൽ എയർ എടുത്ത് ഒഴിവാക്കും. കേരള ഡെലിവറി ചെയ്യുന്നുണ്ട്, പെറ്റ്സിന്റെ വെഹിക്കിളിൽ ചെയ്യുന്നുണ്ട്, പുറത്തോട്ടും ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ പുറത്തോട്ടും ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് പഠിക്കാൻ പറ്റില്ല? ഇവിടെ വന്നിട്ടും മേടിക്കാം. കറക്റ്റ് റൂട്ട് അങ്ങാടിപ്പുറം, കൊളത്തൂര്, പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിൽ കൊളത്തൂര്. വിളിച്ച നമ്പർ നമ്മളെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക, അത്രയും നല്ലത്. അതെ. അപ്പോൾ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട്? അപ്പോൾ ഇപ്പൊ അടുത്ത കാലത്തൊന്നും നമ്മൾ ഗോൾഡ് ഫിഷിന്റെ ബ്രീഡിംഗ് ഇങ്ങനെ കണ്ടിട്ടില്ല. ഏകദേശം 4-5 വർഷം മുന്നെയാണ് നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു ഗോൾഡ് ഫിഷിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന പോലും ഇപ്പോൾ ഗോൾഡ് ഫിഷ് ബ്രീഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഗോൾഡ് ഫിഷിന്റെ സീഡ് കൊടുക്കാനുണ്ട്. പിന്നെ കോഴിക്കാർപ്പിന്റെ നമ്മൾ നേരത്തെ കാണിച്ച 5 ഇഞ്ച് സൈസ് മുതലുണ്ട്. പിന്നെ അതിന്റെ സീഡുകളൊക്കെ ഇവിടെ കൊടുക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഈ PK കോഴി ഫാം? അടിപൊളിയായിട്ടില്ലേ? ഒന്നത്തെ കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും